അന്ന് പുറത്തു പോയ കാര്യങ്ങളൊക്കെ ബോറ യൂജങ്ങിന്റെ അടുത്ത് പറയും. ഞാൻ വിചാരിച്ചു എല്ലാവരും ഇപ്പോഴും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ എല്ലാവരും ബിസിയാണ്, അതൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ട്. പതുക്കെ പതുക്കെ അങ്ങനെ ഒരു സംഭവമേ എല്ലാവരും മറക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. യൂജങ്ങും അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. പക്ഷെ യൂജങ്ങിന് എന്ത് പ്രശ്നമുണ്ടെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വഴക്കുണ്ടായിട്ട് മിണ്ടുവായിരുന്നെങ്കിൽ എത്രയോ വേണ്ടൂലായിരുന്നു. വഴക്കുണ്ടാക്കാനാണെങ്കിലും നമ്മൾ മിണ്ടണ്ടേ, ഇതിപ്പോ അതുപോലും സംഭവിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ എല്ലാവരും ആശ്വസിക്കുന്നുണ്ടെങ്കിലും അവർ വിചാരിച്ച കൂട്ട് കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഫാഷൻ മാഗസിന്റെ അടുത്ത ഇഷ്യൂ പുറത്തിറങ്ങുമ്പോൾ അതിൽ മെയിൻ ഹൈലൈറ്റ് തന്നെ ബോറയായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന്റെ തലേദിവസം പ്രിന്റ് എല്ലാം റെഡിയായി ഇത് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ബോറയെ പറ്റി തന്നെ സംസാരിക്കും. ബോറ തന്നെ യൂജിങ്ങിനെ വിളിച്ച് അവരുടെ മാഗസിന്റെ സർക്കുലേഷനെ പറ്റി ചോദിക്കും. അപ്പോൾ ഇത് ഇത്ര ചോദിക്കാനിരിക്കുകയാണ്, എന്താണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഞങ്ങളുടെ മാഗസിൻ ആണെന്ന് അറിയത്തില്ലേ, എത്ര കോപ്പീസ് ആണ് ഒരു മാസം വിറ്റ് പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അവള് ഉടനെ തന്നെ പ്രമുഖ ബുക്ക് സ്റ്റോൾസിലെല്ലാം പോയിട്ട് എല്ലാ കോപ്പിയും അവള് തന്നെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കാൻ ബോറയെ കൊണ്ട് പറ്റും. കമ്പനിയിൽ ഇതൊന്നും ആർക്കും അറിയത്തില്ല. അവർ വിചാരിക്കും ചൂടപ്പം പോലെ ബോറയുടെ ഇന്റർവ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ആ മാഗസിൻ ഇഷ്യൂ വിറ്റ് പോയതാണെന്ന്. അപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ വീണ്ടും പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഓർഡറും കിട്ടും. ആ സന്തോഷത്തിന് ട്രീറ്റ് എൻ്റെ വകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് സൂജിൻ ക്രെഡിറ്റ് കാർഡും കൊടുത്തിട്ടാണ് പോകുന്നത്. പെട്ടെന്നാണ് യൂജങ്ങിന് ബോറ ഫോൺ ചെയ്ത് ചോദിച്ച കാര്യം ഓർമ്മ വരുന്നത്. അന്നേരം തന്നെ അവളെ വിളിച്ച് ചോദിക്കും, നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നിങ്ങളുടെ രണ്ടാമത് പ്രിന്റിന് കൊടുക്കുന്നത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിയാൽ പോരെ, എല്ലാം വിറ്റ് പോയതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ മാഗസിൻ കവറിൽ ഈ ഇഷ്യൂല് എന്താണെന്ന് അറിയാലോ, ആരാണെന്ന് അറിയാലോ, ബ്ലാക്ക് പിങ്കിന്റെ ഫോട്ടോസ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുത്തേ ഉള്ളൂ. അതുകൊണ്ട് നീ ചെയ്യുന്ന മണ്ടത്തരം നിർത്താനായിട്ട് യൂജങ് അവളോട് പറഞ്ഞു. അന്നേരമാണ് അവിടേക്ക് സൂജിൻ വരുന്നത്. ബോറയെ ബോയ്ഫ്രണ്ട് ചതിച്ചാണല്ലേ, എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ വിഷമമൊക്കെ മാറിയോ എന്ന് ചോദിക്കും. അപ്പോൾ യൂജിങ് പെട്ടെന്ന്, അയ്യോ ഞങ്ങള് അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ല, അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാറില്ല, ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് അറിയാലോ എന്നൊക്കെ സ്ഥിരം പല്ലവി പറഞ്ഞു തുടങ്ങുമ്പോൾ സൂജിൻ ഇങ്ങനെ നോക്കിയിട്ട് സൂജിൻ അറിയാം ഇവർ നല്ല ക്ലോസ് ആണെന്ന്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന്. 2 പെൺകുട്ടികൾ തമ്മിലാവുമ്പോൾ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അസൂയൊക്കെ തോന്നും. പക്ഷേ മറ്റേക്ക് ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കും, പോയി അവളെ ആശ്വസിപ്പിക്കണം. ഒരു ചീറ്ററായ ഒരു ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലത്. എൻ്റെ എക്സാമ്പിളും കൂടി പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. അതിലും എത്രയോ നല്ലതാണ് ഈ സംഭവിച്ചതെന്ന് പറയണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും യൂജങ് ആണെങ്കിൽ അവളെ അഡ്മിറേഷനോട് കൂടിയാണ് നോക്കുന്നത്. ഇയാൾ എത്ര കൂളാണെന്ന് പറയും കൂടി ചെയ്യും. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു ഈ മാഗസിൻ മുഴുവൻ വിറ്റുപോയി ഒരു രണ്ടാമത് അച്ചടിക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സാമിന് വീണ്ടും ബോറെ കൊണ്ട് സൈൻ ചെയ്യിക്കണം എന്നുള്ളൊരു ചിന്തയാവും. അപ്പോൾ സുഹുക്ക് ചോദിക്കും, ഇങ്ങനല്ലല്ലോ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത്, ബോറയുടെ കാലം കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് സൈൻ ചെയ്യിക്കുന്നതിനെ പറ്റി ആലോചിക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ എന്തിനാ പ്ലേറ്റ് തിരിച്ചേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ അങ്ങനെയല്ലേ, മനുഷ്യരങ്ങനെയല്ലേ, അഭിപ്രായങ്ങളൊക്കെ മാറുമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മനുഷ്യരെല്ലാം അങ്ങനെയല്ല, നമ്മളൊരു സ്റ്റാൻഡ് എടുത്താൽ അതിനനുസരിച്ച് നിൽക്കണം, അങ്ങനെ പറഞ്ഞ ആൾ ഇപ്പൊ പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പൊ നീ എന്താണ് ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഈ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ സെന്റിമെന്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട് ആൾക്കാരുടെ, കല്യാണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് മനസ്സിലാവും, ഞാനും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തേനെ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ആ ഫ്ലോ അനുസരിച്ച് പോവാം. ഒന്ന് ചിന്തിച്ചേ, ഒരാള് താഴെ വീണ് കിടക്കുവാണെങ്കിൽ നമ്മൾ എണീറ്റ് വരാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഒരാൾ മേളിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെങ്കിലും അവനെ വലിച്ച് താഴെ ഇടണം എന്നായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്. അത് ഭൂരിപക്ഷം ആൾക്കാരുടെയും ഒരു നേച്ചർ അങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ എല്ലാവരും അങ്ങനെയൊന്നും അല്ല, നമ്മൾ നന്നായിട്ട് വേണം ആൾക്കാരോട് പെരുമാറാൻ എന്നൊക്കെ സൂഹുക്കും തിരിച്ചു പറയും. നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കണം, വീണ്ടും ബോറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു മനസ്സാണിപ്പോൾ സാങ്ജന്. സൂഹുകിന്റെ കോട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരമാണ് ബോറ അവരുടെ പബ്ലിഷിംഗ് ഹൗസിലേക്ക് വരുന്നത്. അവള് കുറച്ച് ബേക്കറിയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ആണ് വരുന്നത് അവന് നന്ദി സൂചകമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവള് കയറി ചെല്ലുന്ന തന്നെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല, അവൾ ആരുടെയും ശ്രദ്ധയിൽ പെടുന്നില്ല ശരിക്കും. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും റൂമിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അകത്ത് സംസാരം നടക്കുകയാണ്, വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ മിസ് ബാങ് ഇവളെ കാണും. അപ്പൊ അന്നത്തെ പോലെ ഇവളെ കുറ്റം പറയുന്നത് കേട്ടോണ്ടാണ് ഇവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അകത്ത് തർക്കം തീർന്നിട്ടില്ല. ബോറ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതാണ് സൂഹുക്ക് സാങ്ജന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ബോറ ഫ്രോഡാണെന്ന് ഞാനല്ല പറഞ്ഞത്, നീയാ പറഞ്ഞതെന്ന് സാങ്ജനോടെ തിരിച്ചു പറയും. എന്നിട്ട് സാങ്ജൻ ആണെങ്കിൽ ഇവളെപ്പറ്റി വന്ന എംബാരസിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിന്റെ ഹെഡ്ലൈൻസ് ഒക്കെ വായിക്കും. ബോയ് ഫ്രണ്ട് ഡംപ് ചെയ്ത ഡേറ്റിംഗ് കോച്ചാണ്, ഇവന്റിൽ എംബാരസിംഗ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വന്നത് ബോറ കാരണമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ. അപ്പൊ ഇതെല്ലാം പുറത്ത് നിന്ന് ഇവളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അകത്ത് പോകണോ തിരിച്ചു പോകണോ എന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണ് മിസ് ബാങ് അവിടേക്ക് വന്നിട്ട് ആരാണ് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവള് കോട്ടും ഈ ഫുഡും കൂടി ആ കുട്ടിയുടെ കൊടുത്തിട്ട് ഇത് അകത്ത് കൊണ്ടുപോയി വൈസ് പ്രസിഡന്റിന് കൊടുക്കണം എന്ന് പറയും. അപ്പൊ ആര് വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ പറ്റിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവള് പോകുന്നത്. അപ്പം ഇതെല്ലാം
ഈ കുട്ടിയും കേട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ ഇത് അകത്ത് ചെന്നിട്ട് റൈറ്റർ ഇവിടെ ഉണ്ടായിരുന്നു, ഡെബോറ വന്നിട്ടുണ്ടായിരുന്നു, ഇത് സുഹൂക്കിന് തരാൻ പറഞ്ഞു എന്ന് പറയും. അന്നേരം രണ്ടുപേർക്കും കാര്യം മനസ്സിലാവും. ആകെ പ്രശ്നമായി. അവള് പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. അന്നും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ വന്നത്, ഇന്നും അവളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്. സിറ്റുവേഷൻ വേറെ ആണെങ്കിലും സംഭവം ലാസ്റ്റ് അവളെ കുറ്റം പറയുവാണ് ചെയ്തത്. ഇപ്രാവശ്യം സാങ്ക്യം കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് സുഹൂക്കിന് ദേഷ്യമാണ്. അവൻ അന്നേരം തന്നെ ഇറങ്ങി ഓടിച്ചെന്ന് നോക്കും ബോറ എവിടെ കാണാൻ ഉണ്ടോ എന്ന്. പക്ഷെ ചെല്ലുമ്പോഴത്തേക്കും അവള് പോയിട്ടുണ്ടാവും. പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, ബോറയെ വിളിച്ച് ക്ഷമ ചോദിക്കുക. അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞു പോയി. എന്തായാലും അവള് കേട്ടും പോയി. പിന്നെ ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ് മര്യാദ. അങ്ങനെ ക്ഷമ ചോദിക്കാനായിട്ട് സുഹൂക്ക് തീരുമാനിക്കും. അപ്പോൾ സാങ്ക്യൻ പറയും, അതെല്ലാം ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ കോൺട്രാക്ടിന്റെ കാര്യം കൂടെ പറയണം. കാരണം എനിക്കിനി ഇപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല, ഞാനുള്ള കുറ്റം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം കേൾക്കുകയും ചെയ്തു. നീ ആവുമ്പോൾ അങ്ങനെയല്ല, ഒരു എംബാരസിങ് സിറ്റുവേഷനിൽ നിന്ന് പുള്ളിക്കാരിയെ രക്ഷിച്ച ആളാണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ് കോർണർ എന്തായാലും കാണും. അതുകൊണ്ട് നീ പോയി അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇല്ല, ഞാൻ പോയി ക്ഷമ ചോദിക്കും, അതുകൊണ്ട് അവിടെ തീരും. പക്ഷെ എങ്ങനെയാണ് ഒരാളെ ആശ്വസിപ്പിക്കുന്നത്? ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് എന്ത് പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സിമിലർ സിറ്റുവേഷൻ കൂടെ പോയ ഒരാൾക്കല്ലേ അറിയത്തുള്ളൂ, എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ചോദിക്കും. അപ്പം ഡിവോഴ്സ് ആയ ഒരാളുടെ അടുത്തല്ലേ എനിക്കിത് ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സുഹൂക്കും ചോദിക്കും. സാങ്ക്യൻ പറയും അതത്ര പാടുള്ള കാര്യമൊന്നുമില്ല, ഇപ്പം എൻ്റെ ഒരു അവസ്ഥ നോക്കൂ, അത്രയും മോശമല്ലല്ലോ ഇയാളുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ മതി എന്ന് പറയും. അത് എന്ത് തരം ആശ്വസിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ സുഹൂക്ക് തിരിച്ചു ചോദിക്കും. അതങ്ങനെയാണ്, മറ്റൊരാളുടെ മിസ്ഫോർച്യൂൺ പറയുമ്പോഴത്തേക്കിനും അത്രയും ഇല്ലല്ലോ നമുക്ക് എന്നുള്ള ഒരു ചിന്ത വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ആശ്വാസം തോന്നും. അതാണ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയും. ബോറയുടെ വീടിനടുത്തുള്ള ഒരു കഫേയിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കും സുഹൂക്ക് അവക്ക്, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്, വരുന്നത് വരെ ഇവിടെ ഇരിക്കാമെന്ന് പറയും. കുറച്ച് കഴിയുന്നുണ്ടേ ബോറ വരും. ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതാണെന്ന് സുഹൂക്ക് പറയുമ്പോൾ അതൊന്നും സാരമില്ല, സാധാരണ ആൾക്കാരൊക്കെ മിക്കവാറും ഇങ്ങനെ തന്നെയാണ്, നേരിട്ട് കുറ്റമൊന്നും പറയത്തില്ല, മാറി നിന്നായിരിക്കും കുറ്റം പറയുന്നത്. ഞാനിത് ഒരുപാട് കേട്ട് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല എന്ന് പറയും. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, നമുക്ക് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. വെർബൽ കോൺട്രാക്റ്റും കോൺട്രാക്ട് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് പുതിയൊരു ബുക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പോലെ പറയും. സിറ്റുവേഷൻ മനസ്സിലാവുന്നത് കൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എന്ന് സുഹൂക്ക് അന്നേരം പറയും. എന്നിട്ട് അവൾക്ക് ഡ്രിങ്ക്സ് വാങ്ങിക്കാനായിട്ട് പോകും. അന്നേരമാണ് ജുവാൻ അവിടേക്ക് വരുന്നത്. ബോറ അവിടെ ഇരിക്കുന്നത് കാണും. ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ അപ്പുറത്ത് പോയി ഇരിക്കും. അന്നേരത്തേക്ക് സുഹൂക്ക് ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ബോറ അവൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടോ. വിപിൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നോക്കുന്നുണ്ട്. ഇവള് കരയുന്നു. ഇയാൾ എന്തിനാ കരയുന്നത്, എന്ത് പറ്റി ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് ചോദിക്കും. ഇവളാണെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. സുഹൂക്ക് എത്തി നോക്കിയിട്ട് ആ നോക്കുന്നുണ്ടെന്ന് പറയും. ഇവൻ ജുവാനെ തിരിച്ചറിയുന്നില്ല. നോക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേനും ബോറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവളിവനെ നോക്കിയിട്ട് ചിരിക്കാനായിട്ട് പറയും. എന്തിനാണ് തന്നോട് ചിരിക്കാൻ പറയുന്നതെന്നാണ് സുഹൂക്കിന്. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലാവും. ജുവാനെ ഒന്നുകൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കിനും ആളെ അവന് ഓർമ്മ വരും. ഇവള് ചിരിക്കാൻ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ അവൻ ചിരിക്കും. സുഹൂക്ക് ആദ്യം ഫേക്ക് ആയിട്ടാണ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്, പിന്നെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങി കഴിയുന്ന തന്നെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഒന്നിച്ച് നടന്നു പോകുന്നത്. അന്നേരത്തേക്ക് ഇവളുടെ കൈ പിടിക്കും, കാരണം അവനകത്ത് നിന്ന് നോക്കുന്നത് സുഹൂക്ക് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരു മോട്ടോർ സൈക്കിൾ അതുവഴി വരുമ്പോൾ ഇവളെ പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അകത്തിരുന്നുകൊണ്ട് ജുവാൻ കാണുന്നുണ്ട്. എന്നിട്ട് തോളിലൊക്കെ കൈയിട്ട് അവർ നല്ല ക്ലോസ് ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് അവിടുന്ന് ജുവാന്റെ കൺവട്ടത്തിൽ നിന്ന് ഇവർ മാറുന്നത്. അവിടുന്ന് നടക്കുന്ന തന്നെയാണ് ജുവാന്റെ ഒക്കെ റൈവൽ കമ്പനിയായ ഡാറ്റ് ചിക്കൻ എന്ന് പറഞ്ഞ ചിക്കൻ റെസ്റ്റോറൻറ്റ് കാണുന്നത്. അപ്പം മനഃപൂർവ്വം അവിടെ കയറിയിട്ട് ഇവിടുത്തെ ചിക്കനാണ് നല്ല ടേസ്റ്റ് എന്ന് ഇവള് പറയും. അന്നേരമാണ് സുഹൂക്കിന് കാര്യം മനസ്സിലാവുന്നത്. ഇവള് നല്ല ഡെസ്പാണ്, ഞാനൊരു ലൂസറാണെന്ന് ഞാൻ സമ്മതിച്ചു, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. ഞാനിവിടെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ ജുവാനാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നത്, പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആക്കി, ഇപ്പോൾ സലൂണിലൊക്കെ പോയി നല്ല രീതിക്കാണ് ഇരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഓർമ്മകളൊക്കെ ഉണ്ടാവുള്ളൂ, മറ്റേ ആളതൊന്നും ഓർക്കുന്ന കൂടി ഉണ്ടാവൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം, ഞാൻ ഇയാളോട് എന്താണ് ചെയ്തതെന്ന് സുഹൂക്കിന്റെ അടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഇവള് ചോദിക്കും. അപ്പൊ ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇവന് സാങ്ക്യൻ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ സങ്കടം പറയുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ സങ്കടം ഒന്നും അല്ല എന്നവർക്ക് തോന്നുന്നു. അപ്പൊ ഇവൻ പറയാം എനിക്ക് ദേഷ്യമൊന്നുമില്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലാതെ ഇയാളോട് ദേഷ്യം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചതല്ല ഞങ്ങള്. പിന്നെ എനിക്ക് ആ റിംഗ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ആ റിംഗ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് ബ്രേക്കപ്പ് ആവണം എന്നാണ് എൻ്റെ ഗേൾഫ്രണ്ട് പറഞ്ഞത്. ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെയാണ് വളരെ ഹാർഷായിട്ടാണ് പറഞ്ഞതെന്ന് പറയും. അന്നേരം ബോറ പറയും ഞാനിത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. ഞാൻ ചെന്ന് അവളുടെ വീട്ടിൽ നോക്കിയായിരുന്നു, അപ്പോൾ അവൾക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് കൂടി ഇവൻ പറയാം. അപ്പോൾ ബോറയ്ക്ക് കൂടുതൽ അറിയേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ മാറുമോ, നമ്മളുടെ ഈ ഒരു അവസ്ഥ മാറുമോ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുമോ എന്നാണ്. അവൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ ഓക്കെ ആവും, ഇത്
ഒന്നും പ്രശ്നമല്ല എന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് സുഹൂക്കിന് മനസ്സിലാവും. അപ്പൊ അവൻ പറയുന്നത് ചില സമയത്ത് നമുക്കൊരു ജലദോഷം വരത്തില്ലേ, അത് ജലദോഷമാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അത് മാറിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ ഇതൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഈ വിഷമമൊക്കെ അങ്ങ് മാറും. ഇപ്പൊ തന്നെ എന്നെ കണ്ടില്ലേ, ഞാൻ എത്ര കാഷ്വൽ ആയിട്ടാണ് അതിനെപ്പറ്റി ഇയാളോട് സംസാരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് ഇയാൾക്ക് തോന്നുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് വിഷമിക്കരുതെന്ന് പറയും. യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് ഇവൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന കാണുമ്പോഴത്തേക്കിനും സുഹൂക്കിന് അത് ശരിയാണെന്ന് തോന്നാതെ എൻ്റെ വീട് ഇവിടെ അടുത്ത് ആണ്, ഞാൻ ഇയാളെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ ചെല്ലും. എന്നിട്ട് പറയും ഇയാള് ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ടായിരിക്കാം അടുത്ത ബുക്ക് എഴുതുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല. റീഡേഴ്സിന് ഇയാളുടെ ലൈഫിനെ പറ്റി അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. കാരണം ഇയാളൊരു ഡേറ്റിംഗ് കോച്ചായിരുന്നു, ഇയാൾക്ക് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നു. അപ്പൊ അതിനുശേഷം എന്തായിരിക്കാം, ഇയാള് ആ പഴയ ബോയ് ഫ്രണ്ടുമായിട്ട് വീണ്ടും ഒന്നിക്കുവോ, അതോ ആ ഒരു ബ്രേക്കപ്പ് ഓവർകം ചെയ്യുന്നോ, അതോ പുതിയൊരാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വായനക്കാർക്ക് ആകാംക്ഷ ഉണ്ടാവും. ഒരിക്കലും ഇതൊരു എൻഡിങ് ഇല്ലാതെ പോകരുത്. അത് ഇയാളുടെ ലൈഫ് സ്റ്റോറി ആയാലും അത് അങ്ങനെ തന്നെയാണ്. ഒരു സാഡ് എൻഡിങ് ആർക്കും ഇഷ്ടമല്ല. അപ്പൊ അതൊരു ഹാപ്പി എൻഡിങ് ആണോ എന്നറിയാനുള്ള അവകാശം റീഡേഴ്സിനുണ്ടെന്ന് ഇവൻ പറയുമ്പോഴത്തേക്കും ഇവള് വിചാരിക്കും ഇവൻ ഇതിൻ്റെ ഇടയ്ക്കും ബിസിനസ് സംസാരിക്കുകയാണ് എന്ന്. അപ്പം ഇത്രയൊക്കെ എന്നെ ആശ്വസിപ്പിച്ചത്, എൻ്റെ കൂടെ വന്നതും ഒക്കെ നിങ്ങളുടെ കമ്പനിയായിട്ട് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് എഴുതുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിക്ക് നഷ്ടമാണല്ലോ, അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? എന്തായാലും ഞാൻ എഴുതാനുള്ള മൂഡിലല്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് സുഹൂക്ക് പറയും. അപ്പൊ ഇവള് ഷിവർ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നുണ്ടെ വയ്യാഴിക എന്തെങ്കിലും ഉണ്ടോ എന്ന് സുഹൂക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ബോറ പറയുന്നത്. പോകുന്നതിന് മുമ്പ് അവള് സുഹൂക്കിന്റെ അടുത്ത് പറയും, എൻ്റെ ഏറ്റവും എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നമ്മൾ മീറ്റ് ചെയ്യാതിരിക്കട്ടെ. ഇനി എന്നെ വഴി വെച്ച് കണ്ടാലും യാതൊരു പരിചയവും കാണിക്കരുത്. എന്നെ അറിയാത്ത ഭാവത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവള് കയറി പോകുന്നത്. ബോങ് ആണ് രാവിലെ പബ്ലിഷിംഗ് ഹൗസിലേക്ക് ആദ്യം വരുന്നത്. അവൾ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ബുക്ക് വായിക്കാനിരിക്കുന്നത്. അന്നേരമാണ് സാങ്ജിൻ വരുന്നത്. ഇത്രയും നേരത്തെ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാൽ മാത്രമേ ബുക്ക് വായിക്കാൻ എനിക്ക് സമയം കിട്ടത്തുള്ളൂ എന്നാണ് അവൾ മറുപടി പറയുന്നത്. അന്നേരത്തേക്ക് സുഹൂക്കും അവിടേക്ക് വരും. അപ്പോൾ ബോറ റിജക്റ്റ് ചെയ്തു, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ബുക്ക് എഴുതാൻ പറ്റത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയും. അപ്പൊ സാങ്ജിൻ അറിയേണ്ടത് എന്ത് ടൈപ്പ് നോ ആണെന്നാണ്. പല ടൈപ്പിലുള്ള റിജക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നില്ല, അതല്ല ഇങ്ങനൊരു സിറ്റുവേഷനിലായതുകൊണ്ട് ആ ഒരു എംബാരസിങ് സിറ്റുവേഷൻ ഒക്കെ മാറി വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധിക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ചെയ്യാം എന്നുള്ളൊരു നോ ഉണ്ട്. അതല്ല, ഒരു കാരണവശാലും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ രീതിക്ക് ഒരു നോ ഉണ്ട്. അപ്പൊ എന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് ബോറ പറഞ്ഞതെന്ന് അറിയണം എന്ന് പറയും. അപ്പൊ ബോറ പറഞ്ഞത് എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഓൾറെഡി ആവശ്യത്തിന് സമ്പാദ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ ബുക്ക് എഴുതാൻ താല്പര്യമില്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, പുള്ളിക്കാരി എഴുതാൻ പോകുന്നില്ല എന്ന് സാങ്ജിൻ തീരുമാനിക്കും. പക്ഷെ സുഹൂക്കിന് നിരാശയാണ്. കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. പിറ്റേ ദിവസം ആകുമ്പോൾ ബോറയ്ക്ക് ശരിക്കും വയ്യാതെയാവും. ജിൻവുവിന്റെ കഫേയിലേക്ക് പുതിയൊരാളെ വേണ്ടിയിട്ട് അവന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ്. അത് കണ്ടിട്ട് ജിൻഹു അപ്ലൈ ചെയ്യും. ശരിക്കും ബോമിയുടെ വീടിന്റെ അടുത്താണെന്ന് അറിഞ്ഞിട്ടാണ് ഇവൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം അന്ന് ബസ്സിൽ കൊണ്ടുവിടുമ്പോൾ ഇതിനടുത്താണ് അവളുടെ വീടെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു വരുമ്പോഴത്തേക്കിനും ഇവരുടെ ഫസ്റ്റ് നെയിം ഒക്കെ ഒരുപോലെയാണ്, ജിൻവുവിൻ്റെയും ജിൻഹോയുടെയും. പിന്നെ മിലിറ്ററിയിൽ ഒരേ ഡിവിഷനിലാണ് രണ്ടുപേരും സെർവ് ചെയ്തിരുന്നത്, സീനിയറും ജൂനിയറും ആണ്. അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. പിന്നെ ഒരേ വേവ് ലെങ്ത് ആണെന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അന്നേരം തന്നെ അവനോട് ജോയിൻ ചെയ്തോളാൻ പറയുകയാണ് ജിൻവു. സുഹൂക്ക് എന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹാൻഡ് ഓവറിന്റെ അവിടെ പോയി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും. അവളെ വേറൊരാളുടെ കൂടെ കാണുന്നത് വരെ അവർ ബ്രേക്കപ്പ് ആയി എന്ന് ഇവൻ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ആ ഒരു സത്യം സ്ട്രൈക്ക് ചെയ്യുകയാണ്. ഞാൻ ഈ റിംഗ് വെച്ച് എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് അത് എറിഞ്ഞു കളയാൻ പോകുമ്പോഴാണ് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് കയ്യിലിരിക്കുന്നതെന്ന് അവന് ഓർമ്മ വരുന്നത്. തിരിഞ്ഞ് നടക്കുന്നുണ്ട്, അവൻ ജുവാനെ കാണും, ആ പെൺകുട്ടിയോട് കൂടി നടന്നു പോകുന്നത്. അന്നേരമാണ് സുഹൂക്കിന് ബോറയുടെ കോള് വരുന്നത്. ഇന്നലെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ജുവാൻ നല്ല സങ്കടത്തിലായിരുന്നോ, റിഗ്രറ്റ് ഉണ്ടായിരുന്നോ മുഖത്ത്, എന്നോട് ബ്രേക്കപ്പ് ആയതിനു ശേഷം സന്തോഷത്തോടെയാണോ ഇരുന്നത് എന്നുള്ള ഒരു 100 ചോദ്യങ്ങളാണ് അവനോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ അവിടെ ഇരുന്ന കുറെ വൈൻകുപ്പി ഓൾറെഡി കുടിച്ചു തീർത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങുകയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബോംബ അവിടെ ഉണ്ട്, പക്ഷെ അവള് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവള് റൂമിൽ നിന്ന് ഇറങ്ങുകയും തിരിച്ചു കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കുന്നതൊന്നും ബോംബയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇവളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സുഹൂക്കിന്റെ കാര്യം മനസ്സിലാവും, ഇയാള് കുടിച്ചോണ്ടിരിക്കുകയാണോ, എന്ത് ചെയ്യുകയാണെങ്കിൽ അതിപ്പം നിർത്തണം, ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരരുതെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയാനായിട്ട് പറയുമ്പോഴത്തേക്കിനും ഇല്ല, ഒരു റിഗ്രറ്റും ഇല്ലായിരുന്നു, ആള് വളരെ റിലീവ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയതെന്നാണ് ഇവൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഓൾറെഡി മറ്റേ പെൺകുട്ടിയുടെ കൂടെ നടക്കുന്നത് അവൻ കണ്ടു. അപ്പൊ അതും കൂടി പറയാനായിട്ട് അവന് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇവളത് വിശ്വസിക്കത്തില്ല. എന്തിനാണ് കള്ളം പറയുന്നത്, അങ്ങനെയല്ല, എന്നെ ആശ്വസിപ്പിക്കാനെങ്കിലും അങ്ങനെയല്ല എന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവൻ പറയും അതങ്ങ് മറന്നേക്കൂ, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഇയാള്
കുടിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കാനായിട്ട് പറയും. പക്ഷേ ഇവള് അത് കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തിട്ട് അന്നേരം തന്നെ പുറത്തേക്ക് പോകും. ബോറ നേരെ ചെന്ന് ജുവാന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അവൻ കാറിൽ വരുമ്പോഴത്തേക്കിനും എന്താ ലേറ്റ് ആയിട്ട് വോക്ക് ചെയ്യായിരുന്നോ, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് പോവുകയാണ്, അന്ന് കണ്ട കാര്യം ഞാൻ കണ്ടില്ലെന്ന് വെക്കുവാണെങ്കിൽ നമ്മുടെ റിലേഷൻ പഴയതുപോലെ ആവുമോ, ഞാനത് കണ്ടില്ലെന്ന് വെക്കാം, ഇയാൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു ഇവള് ലിറ്ററലി ബെഗ് ചെയ്യുവാണ് അവൻ്റെ അടുത്ത്. അപ്പൊ ഇവനിത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എനിക്കും ഇത് ഹാർഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്തിനാണ് നമ്മൾ ബ്രേക്കപ്പ് ആയത്, നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പൊക്കൂടെയൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന കേൾക്കുമ്പോൾ ജുവാന് ദേഷ്യം വരും. എനിക്കിനി അങ്ങനെ ആകാനായിട്ട് താല്പര്യമില്ല, ഇയാൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, ഇനി എന്ത് പറഞ്ഞാലാണ് നിനക്ക് മനസ്സിലാകുന്നത്, നീ ഇതിലും താഴാനായിട്ട് റെഡിയാണോ, എനിക്കിനിയും പഴയതുപോലെ ആകാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല, അത് നിനക്ക് എന്താ മനസ്സിലാവാത്തത്, എനിക്കങ്ങനെ റിലേഷന് താല്പര്യമേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ദേഷ്യം വന്നിട്ട് ഇവനെ അടിക്കും. അങ്ങനെ ഇവൻ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ്. ബോറ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് സുഹുവിന് മനസ്സിലാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവനൊരു അണീസി ഫീലിംഗ് തോന്നും. അപ്പൊ അവൻ യൂറിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന കൂട്ട് അവളവിടെ പോകാൻ, ജുവാന്റെ വീട്ടിൽ പോകാൻ ചാൻസ് ഉണ്ടെന്ന് അവനൊരു തോന്നൽ വരും. ഫോൺ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ജുവാന്റെ വീട് എവിടെയാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ നിന്ന് കരയുന്ന ബോറയാണ്. സുഹൂക്ക് ചെന്നിട്ട് ബോറയെ ആശ്വസിപ്പിക്കും.